അടിയന്തരാവസ്ഥയുടെ കിരാതമായ കാലം. പുലിക്കോടൻ നാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചെറുപ്പക്കാരായ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി മുടി പകുതി മുറിക്കുന്ന ഒരു കാലം കൂടി. അന്ന് AIYFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ചെറുപ്പക്കാരൻ അതിനെതിരായ ഒരു പോരാട്ടത്തിനിറങ്ങാൻ തീരുമാനിച്ചു. അന്നത്തെ ആ ചെറുപ്പക്കാരൻ ഇന്നത്ര ചെറുപ്പമല്ല, മനസ്സുകൊണ്ട് ചെറുപ്പമാണ്. അതെ, അതെല്ലാവരും അങ്ങനെ ആയിരിക്കും. മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പമായിരിക്കും. മനസ്സാണല്ലോ എല്ലാത്തിന്റെയും ശക്തി. അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ പന്നിന്റെ വീന്ദറിന്റെ നീട്ടി വളർത്തിയ മുടിയുടെ അരനൂറ്റാണ്ട് കൂടിയാണ്. അരനൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ശരിയാ. മുടി നീട്ടി വളർത്തിയത് അടിയന്തരാവസ്ഥ തുടങ്ങി ഒരു കട്ടിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ മാസത്തിലാ പറഞ്ഞാൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം 1-ാം തീയതി 2-ാം തീയതിയാണ്. ടെക്നിക്കലി പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ സത്യം പറയുമല്ലോ. കാരണം അടിയന്തരാവസ്ഥയിൽ അന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ഈ ചെറുപ്പക്കാരൊരു ഫാഷൻ ഉണ്ടായിരുന്നു, മുടി നീട്ടി വളർത്തുക. ചില ചെറുപ്പക്കാർക്ക് നല്ല സൗന്ദര്യമായിരുന്നത്, അതൊരു ആകർഷകമാണ്. നമുക്ക് കുട്ടികളിലൊക്കെ കാണുമ്പോൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ നല്ല ആകർഷണമായിരുന്നു. നമുക്കൊരു ചിത്രകാരനുണ്ട്, ശശികല, കണ്ണൂരിൽ. അവൻ നല്ല മുടിയാണ്, നല്ല മുഖമാണ്, നല്ല കാണുമ്പോൾ ആളുകൾ ആകർഷിക്കും. അതുപോലുള്ള ചെറുപ്പക്കാരിയാണ് കൂട്ടിക്കൊണ്ടുപോകും. ഇത് പോലീസ് വണ്ടി നിർത്തിയിട്ട് കൂട്ടിക്കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സെന്ററിൽ നിന്ന് മുടിയങ്ങ് വെട്ടും. സെന്ററിൽ നിന്ന് മുടി വെട്ടിയാൽ പിന്നെ അവന്റെ കഥ കഴിഞ്ഞതോടെ ബാക്കി നമ്മൾ സ്വന്തമായി വെട്ടി മാറ്റാന്നേ ഉള്ളൂ. അപ്പോ നാട്ടിൽ ഒരു ചർച്ച വന്ന് പുലി ഇറങ്ങിയെന്ന്. ഇത് പുലിയാണല്ലോ, പുലി ഇറങ്ങിയെന്ന്. അപ്പൊ ഇത് വന്നപ്പോൾ നമുക്കാണെങ്കിൽ സമരം ചെയ്യാൻ പറ്റില്ല. ഞാൻ യൂത്തിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ്. സമരം ചെയ്യാൻ പറ്റൂല, പ്രക്ഷോഭം നടത്താൻ പറ്റൂല, അടിയന്തരാവസ്ഥയല്ലേ, മിണ്ടാൻ അവകാശമില്ല. അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലവുമല്ലായിരുന്നോ നമ്മള്? അടിയന്തരാവസ്ഥ എന്റെ പാർട്ടി അനുകൂലമായിരുന്നു. പക്ഷേ ഈ സംഭവത്തിനൊന്നും നമ്മൾ അനുകൂലമല്ല, പാർട്ടി അനുകൂലമായിരുന്നു. പാർട്ടി അനുകൂലമായിരിക്കുമ്പോൾ പോലും നമ്മുടെ സംഘടന AIYF ഒരു തീരുമാനമെടുത്ത് 5 പരിപാടിക്കെതിരായിട്ട് നമ്മൾ രാജ്യവ്യാപകമായ സമരം നടത്തി. അതിൽ കേരളത്തിൽ നമ്മൾ 2 ജാഥ സംഘടിപ്പിച്ച്. ഒരു ജാഥ കാസർഗോഡ് നിന്നായിരുന്നു, അതിന്റെ ലീഡർ ഞാനായിരുന്നു. ഒന്ന് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. ആ 2 ജാഥ എറണാകുളത്ത് സമാപിച്ച്. എന്റെ പേരിൽ കുറെ കേസൊക്കെ ഉണ്ടായിരുന്നു. കേസിൽ വേറെ നടപടിയൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഈ മുടി വളർത്താൻ തീരുമാനിക്കുന്ന സന്ദർഭം, എന്നിട്ട് ഇത് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ദിവസം രാത്രി, എന്താ വഴി? ഇതിന് നമ്മൾ ഈ ചെറുപ്പക്കാർ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇങ്ങനെ അപമാനിതരായി പോകുന്ന പോലെ പോവില്ലേ, എന്താ വഴി? അപ്പോഴവസാനം എന്റെ മനസ്സിൽ തോന്നി, എന്റെ മുടി നീട്ടിയാലോ. അങ്ങനെ ഒരു 3 മാസം കട്ടിച്ചായിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൽ. അപ്പോഴ് എന്റെ മുടി നല്ലോണം നീണ്ടു വന്ന് പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ഞാനിങ്ങനെ മുടി വെച്ച് കേമനായിട്ട് നടക്കുക. പുലിക്കോടൻ ഇത് കാണുന്നില്ല? പുലിക്കോടൻ അറിയുന്നുണ്ട്. എല്ലാവരും കണ്ടോന്ന് എനിക്കറിയില്ല, അറിയുന്നുണ്ട്. ഞാൻ കണ്ണൂർ ടൗണിൽ തന്നെ ഉള്ളതല്ലേ. അപ്പോൾ ടൗണിൽ ഒരു ദിവസം ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്തിക്കുക. അപ്പോഴാ പുലിക്കോടൻ ജീപ്പുമായിട്ട് വരും, പോലീസ് ജീപ്പ്. അത് പോലീസ് ജീപ്പ് കണ്ടാൽ തന്നെ പിന്നെ ആളുകൾ അപ്പോൾ തന്നെ മെല്ലെ മെല്ലെ നീങ്ങും. കാരണം ഇവരൊന്നും ചെയ്യാൻ വേണ്ടി ഒരു ലൈസൻസും ഇല്ലാത്ത സമയമല്ലേ പോലീസിന്. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ അങ്ങ് നിന്ന്, കുറച്ച് പേരുണ്ടായിരുന്നു അപ്പുറം ഇപ്പുറം ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ എന്നെ കണ്ടിട്ട് എന്നെക്കാളും കുറച്ച് അപ്പുറം ഒരു 50 മീറ്റർ ദൂരെ വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ നിർത്തി, എന്നിട്ട് റിവേഴ്സ് എടുത്ത്. അപ്പോൾ അവിടെയുള്ള മറ്റാളുകളൊക്കെ മെല്ലെ മെല്ലെ വിഴിഞ്ഞ് ഇത് പോലീസാ വരുന്നത്. ഞാൻ അവിടെ അങ്ങ് നിന്ന്. എന്നെ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട്, ഇത് ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഞാൻ ഒഴിവാക്കിയതാ. അപ്പോഴെനിക്ക് തോന്നി അത് എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യല. ഇദ്ദേഹത്തിന് ഔദാര്യം കൊണ്ടല്ലേ ഞാൻ മുടിവെക്കുന്നത്, അത് പറ്റൂല. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇനി എന്റെ മുടി വെട്ടുന്നത് ഒരു പോലീസ് ഓഫീസറായിരിക്കണം. അപ്പം അയാൾ എന്റെ മുഖത്ത് രൂക്ഷമായി നോക്കി. ഞാൻ വളരെ ശാന്തനായിട്ട് നിൽക്കുകയും ചെയ്തു. കാരണം ഇന്നത്തെ പോലല്ല, അന്ന് വളരെ ശാന്തനാണ്. അത് ഭയങ്കര സൈക്കോളജിക്കൽ മൂവ് ആണല്ലോ. അതെ, അതാണ് അത് ഞാൻ ആലോചിച്ചത് ഇത് തന്നെയാ. കാരണം എങ്കിലും ഇദ്ദേഹം എന്റെ മുടി മുറിക്കട്ടെ, ഈ ആളുകളുടെ മുമ്പിൽ വെച്ച് മുറിക്കട്ടെ, എങ്കിലും നമുക്ക് കാണാലോ. ഇനി പുലിക്കോടം സഖാവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് മുടി മുറിച്ചാൽ പോലും സഖാവ് എന്റെ അഭിമാനത്തിനൊരു പ്രശ്നവുമില്ല. സഖാവ് അത് പറഞ്ഞു കഴിഞ്ഞു, പോലീസുകാരൻ മുറിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുറിച്ചോട്ടെ. മുറിച്ചാൽ അത് നാട്ടിലൊരു ചർച്ചയാവും. കാരണം നാട്ടിലന്ന് പത്രങ്ങളില്ല, പത്രങ്ങൾ സെൻസർ ചെയ്ത വാർത്തകളാണ്, TV ഇല്ല, മറ്റു സംവിധാനങ്ങളില്ല, ജനങ്ങൾക്കറിയാൻ പറ്റിയ മാർഗങ്ങളുമില്ല. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നുള്ള ഒരു കിരാതവാഴ്ച, മനുഷ്യന്റെ എല്ലാ മൌലിക അവകാശങ്ങളും കൊണ്ടുപോയി
ചങ്ങലക്കിട്ട് പൂട്ടിയ ഒരവസ്ഥ. ആ അവസ്ഥയിൽ മനുഷ്യരെങ്ങനെ ജീവിക്കുക? ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുടി ഇനി എന്തായാലും പന്നീർ സഖാവിന്റെ മുറിക്കാൻ വരില്ല, സഖാവായിട്ടത് മുറിക്കുന്നുമില്ല. അല്ല, അതില്ല, അത് ഉറപ്പ്, ഞാൻ മുറിക്കില്ല. കാരണം ഒരിക്കൽ മുറിച്ചു കൊടുത്തിരുന്നു. ഈ മുടി നമ്മൾ RCCയിലെ പിന്നെ പെൺകുട്ടികൾക്കൊക്കെ റേഡിയേഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ മുടി പോയി കുട്ടികളുണ്ട്. ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞാൻ അത് ഉദ്ഘാടനം ചെയ്ത് നമ്മളെ പിന്നെ അംബികാപിള്ള, അവര് നമ്മളെ പ്രധാനപ്പെട്ട ഈ ഹെയർ സ്റ്റൈലിന്റെ ആളാ. അവരാണ് ടെക്നോ പാർക്കിൽ വെച്ച് ഞാൻ മുടി മുറിച്ചു കൊടുത്ത് എത്ര മുടി വേണം ചോദിച്ചു. 7 ഇഞ്ച് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് 9 ഇഞ്ച് എടുത്തോ. അതിനുശേഷം വെച്ചില്ല. ഒരു തവണ നമ്മുടെ AK ആന്റണി ഒരു ഫംഗ്ഷനിൽ വെച്ച്, അന്നാണ് ഞാൻ ഇവിടെ MP ആയിരുന്നു. AK ആന്റണി ഉണ്ടായിരുന്നത്, സോണിയാഗാന്ധി ഉണ്ടായിരുന്നു. ആ MP ആയിരിക്കുന്ന അവസരത്തിൽ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഉടൻ തന്നെ AK ആന്റണി സോണിയാഗാന്ധിയോട് പറഞ്ഞു, ഈ മുടി ഞാൻ മുറിക്കുന്നു. അപ്പം സോണിയാഗാന്ധി ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ്, മാഡം ഒന്ന് അദ്ദേഹത്തോട് പറയണം, അദ്ദേഹം സ്ഥിരമായി എന്നെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ അവർ പറഞ്ഞ വേണ്ട, മുറിക്കണ്ട, ആ മുടി അങ്ങനെ നിൽക്കട്ടെ. ആര്? സോണിയാഗാന്ധി 2006. അപ്പം ഈ മുടിക്ക് ഒരു ശക്തിയുണ്ട്, അതിന് അതിന്റേതായ ഒരു സൗന്ദര്യമുണ്ട്. പന്നിൻ രവീന്ദ്രൻ ഉള്ളിടത്തോളം കാലം ഈ മുടി ഇങ്ങനെ മുടി നിൽക്കും, ഉറപ്പ്, സംശയമില്ല. ബാർബർ ഷോപ്പ് വോട്ട് ചോദിക്കാൻ ബാർബർ ഷോപ്പിൽ കയറാറുണ്ടാവും, അല്ലാതെ ബാർബർ ഷോപ്പിൽ അവർക്കൊക്കെ അറിയാന്നേ. ഈ ബാർബർ എന്ന് പറയുന്ന അവർ അധ്വാനിക്കുന്ന ആളുകളല്ലേ, അവർക്കറിയാം ഞാൻ എന്താ വെച്ചിരിക്കുന്നത്. അവരെ ജോലി തടസ്സപ്പെടുത്താനല്ല, ഇതിങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടെന്ന് അവർക്കറിയാലോ. അതുകൊണ്ടൊരു പ്രശ്നമില്ല അവർക്ക്. അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് ദിവസം നമ്മൾ പന്നിൻ രവീന്ദ്രനെ കേൾക്കാതെ പോകരുതല്ലോ, അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ കാണാനും കേൾക്കാനുമൊക്കെ വന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.